ഹലോ, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു ചിക്കൻ റെസിപ്പീൻ്റെ വീഡിയോ ആണ്. പിന്നെ ഇന്ന് നല്ല മഴയാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരു 3:30 ആയി കാണും കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോഴേക്കും നല്ലൊരു അടിപൊളി ചിക്കൻ ഗ്രില്ല് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ്. 2-3 മണിക്കൂർ റെസ്റ്റ് എടുത്തതാണ്. അപ്പോൾ ഇത് അടുപ്പ് കനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഗ്രില്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 അടുപ്പിലും ഞാൻ കത്തിച്ചിട്ടുണ്ട്. കാരണം ഒരടുപ്പ് ചെറുതായതുകൊണ്ട് 2 അടുപ്പിൻ്റെ മേലെ ഗ്രില്ല് വെച്ച് അതിൻ്റെ മുകളിലായിട്ടാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ. പുറത്ത് നല്ല മഴയായതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പം ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ചുറ്റിനും കാണുന്നത് എന്താണെന്ന് പറയുക, കുടംപുളിയാണ്. അത് ഈ മീനിലൊക്കെ ഇടാൻ പറ്റുന്ന, നമ്മൾ മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിൽ പുളിക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പുളിയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് ചിക്കൻ ഏകദേശമൊക്കെ ആയി തുടങ്ങി. പിന്നെ ഞാൻ ചകിരി വെച്ചിട്ടുണ്ട് കനലുണ്ടാവാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാലും കനലുണ്ടാവും ചെയ്യും, ചിലപ്പോൾ പുകയും കേട്ടോ. നന്നായിട്ട് പുക വരുന്നുണ്ട്. ആ ടൈമിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. നന്നായിട്ട് പുകയുന്നുണ്ട് കേട്ടോ. ഒരു ഭൂകമ്പം നടന്നൊരു ഫീലാണ്. അപ്പോൾ ഏകദേശമൊക്കെ പകുതി വേവ് നന്നായി കത്തുന്നുമുണ്ട്. ചെറുതായിട്ടൊന്ന് കരിഞ്ഞ പോലെയൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല. ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ മയോണൈസ് ഉണ്ടാക്കാൻ നോക്കിയിരുന്നു കേട്ടോ. ചെറുതായിട്ട് നമ്മളതായിട്ടുള്ള ഹോം മെയ്ഡായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഒരു മയോണൈസ് ഉണ്ടാക്കി. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറെ ബെറ്റർ കേട്ടോ. അപ്പോൾ അത് ഏകദേശമൊക്കെ ആയി തുടങ്ങി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓയിലൊന്നിങ്ങനെ സ്പ്രെഡ് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ടില്ല, പകരം ഞാൻ വാഴത്തണ്ടാണ് യൂസ് ചെയ്തത്. നിങ്ങളൊക്കെ അങ്ങനെയാണോ ചെയ്യാറ് ഒന്ന് പറയണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാഴത്തണ്ട് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വാഴത്തണ്ട് വെട്ടിയിട്ട് അത് നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ ബ്രഷ് പോലെ ആക്കിയിട്ട് അത് എണ്ണയിൽ മുക്കിയിട്ട് നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ലതാണ്. അപ്പോൾ നാച്ചുറലാണ്, വേറെ കേടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് ചിക്കന്. അപ്പം നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒരു 1-1.5 മണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കന് വെന്ത് തുടങ്ങി കേട്ടോ. വെന്ത് തുടങ്ങിയെന്നല്ല, ഏകദേശം ആയി. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയ മയോണൈസും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് ചെറുതായിട്ട് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട്, രസമല്ലേ, അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.